ചെറിയൊരു ഓനെ പിഴപ്പടം സീന് അടിപൊളി പടം കൊള്ളായിരുന്നു. അതായത് ഒത്തിരി ഹൈപ്പ് കിട്ടിയില്ലേ, അപ്പൊ അതിന്റെ അത്ര ഒരു മാസ് കിട്ടാത്ത പോലെ എനിക്ക് തോന്നി. അല്ല ഐ മീൻ ഒരു പ്ലോട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അടുത്ത വലിയൊരു മൂവിക്ക് വേണ്ടി ഒരു പ്ലോട്ട് സെറ്റ് ചെയ്ത് വെച്ച് അങ്ങനെ വെച്ചിട്ടുണ്ട്. ഓക്കെയാണ്, ബട്ട് എനിക്ക് അത്ര ഹൈപ്പിന്റെ അത്ര എക്സ്പെക്ടേഷൻ മീറ്റ് ചെയ്യാത്ത പോലെ എനിക്ക് തോന്നി. സെക്കൻഡ് ഹാഫ് ആയിരുന്നു കുറച്ചുകൂടി ബെറ്റർ. ഫസ്റ്റ് ഹാഫിന് അതായത് ഫയർ എലിമെന്റ്സ് ഉണ്ടായിരുന്നു, പക്ഷെ കുറവായിരുന്നു. നമ്മൾ ഒത്തിരി കുറെ എലിമെന്റ്സ് ഉണ്ടാവുന്ന പ്രതീക്ഷയാണ് വന്നിട്ടുണ്ടായിരുന്നത്, പക്ഷെ അത്ര ഉണ്ടായിരുന്നില്ല. എന്നാലും ഉണ്ടായിരുന്നു. ബട്ട് ഓക്കെ മോശമൊന്നും പറയില്ല, നല്ല പടം തന്നെയായിരുന്നു. പക്ഷെ ഈ പറഞ്ഞ പോലെ ആ ഇപ്പൊ ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ KGF കാണുമ്പോൾ ഇങ്ങനെ ഒരു തീ മനസ്സിനകത്ത് അത് അത്ര കിട്ടിയില്ല. അത് ഒന്ന് രണ്ട് സീൻസിൽ മാത്രമേ കിട്ടിയുള്ളൂ. ഓക്കെ കണക്ട് അതാകുന്നുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ മെയിൻലി പ്ലോട്ട് സെറ്റ് ആക്കി വെച്ച പോലെയാണ് എനിക്ക് തോന്നിയത്. അടുത്ത വലിയൊരു മൂവിക്ക് വേണ്ടി ഒരു പ്ലോട്ട് ഇങ്ങനെ സെറ്റപ്പ് ചെയ്ത് അവർ വെച്ചിട്ടുണ്ട്, അതുപോലെയാണ് തോന്നിയത്. അത് നന്നായിട്ട് മോക്ക് ചെയ്തിട്ടുണ്ട്. കേരള പൊളിറ്റിക്സിനെ നല്ലോണം മോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതെ അത് കറക്റ്റ് ആയിട്ട് അതിപ്പോ എല്ലാ പാർട്ടീനെയും കറക്റ്റ് ആയിട്ട് മോക്ക് ചെയ്ത് എല്ലാവരും ഈക്വലി മോക്ക് ചെയ്ത് തന്നെ വെച്ചിട്ടുണ്ട്. മേക്കിംഗ് നൈസ്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ മേക്കിംഗ് ഇതിന്റെ അടിപൊളി മേക്കിംഗ് ആയിരുന്നു. അതാണ് ഇതിന്റെ പടത്തിലെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. മേക്കിംഗ് നൈസ് ആണ്. അത് കാണുന്നു, അത് ഒബ്വിയസ്ലി കാണുന്നുണ്ട്. അത് ഒബ്വിയസ്ലി ചെലവാക്കിയ പൈസ ഓൾറെഡി എന്തായാലും കാണുന്നുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ ആ ഫയർ എലമെന്റ് കിട്ടാത്ത ഒരു ചെറിയൊരു വിഷമം മാത്രമേ ഉള്ളൂ. അതെ, ആ ഒരു അഡ്രിനാലിൻ റഷ് കിട്ടാത്തൊരു ചെറിയൊരു വിഷമം മാത്രമേ ഉള്ളൂ. അതല്ലാതെ പടം നൈസാണ്, പടം നല്ലൊരു പടം തന്നെയാണ്. അതെ വലിയൊരു പ്ലോട്ട് സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. അടുത്ത മൂവി ഇതില് ഹെവി ബഡ്ജറ്റ് ആ ഒരു രീതിയിലേക്കാണ് ആക്കി വെച്ചിരിക്കുന്നത്. അപ്പൊ അത് അടുത്ത പാട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യും. അടിപൊളി പടം, സെക്കൻഡ് ഹാഫ് അടിപൊളി, കത്തും